ഓക്കെ. അപ്പോൾ നമ്മുടെ പറയാം. അപ്പോൾ സാൻഡ് പോറിംഗ് സിലിണ്ടറിൽ ഫുള്ള് സാൻഡ് ഫില്ല് ചെയ്തിട്ട് ആദ്യം അതിന്റെ വെയിറ്റ്, അതായത് സാൻഡ് പോറിംഗ് സിലിണ്ടർ പ്ലസ് സാൻഡ്, അതിന്റെ വെയിറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ പ്രീഡിറ്റർമിൻഡ് വെയിറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന്. അതുപോലെ തന്നെ വോളിയം ഓഫ് കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ, അത് നമുക്ക് അതിന്റെ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നറിന്റെ ഇൻസൈഡ് ഡയമീറ്ററും അതിന്റെ ഹൈറ്റും എടുത്താലും നമുക്ക് അതിന്റെ വോളിയം കണ്ടുപിടിക്കാം. ഓൾറെഡി അതിന്റെ വോളിയം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഷട്ടർ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ വെക്കുന്നത് ഈ കാലിബ്രേഷൻ കണ്ടെയ്നറിന്റെ മുകളിലാണ് ഇത് വെക്കുന്നത്, ഈ ഈ സാൻഡ് പോറിംഗ് സിലിണ്ടർ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷട്ടർ ഓപ്പൺ ചെയ്യണം. ഷട്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് ആ സാൻഡിനെ ആ കണ്ടെയ്നറിലേക്ക് വീഴാൻ സമ്മതിക്കുക. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ആ സാൻഡ് പോറിംഗ് സിലിണ്ടറിൽ കാര്യമായ മൂവ്മെന്റ്സ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ആ പെർട്ടിക്കുലർ കാലിബ്രേഷൻ കണ്ടെയ്നർ ഫുള്ള് സാൻഡ് കൊണ്ട് ഫില്ലായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനുശേഷം ആ സാൻഡ് പോറിംഗ് സിലിണ്ടറിലും ഉള്ള അതിന്റെ വെയിറ്റ്, സാൻഡിന്റെയും അതുപോലെ തന്നെ ആ സിലിണ്ടറിന്റെയും വെയിറ്റ് എത്രയാണെന്ന് നോക്കുക. അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടി 9120. അതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടത് കാലിബ്രേഷൻ കണ്ടെയ്നറിന്റെ അകത്തുള്ള സോയിലിന്റെ വെയിറ്റ് ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാൻഡ് പോറിംഗ് സിലിണ്ടറിന്റെ അകത്ത് ഒരു കോണിക്കൽ ഷേപ്പിലായിരിക്കില്ല. നിങ്ങൾ ഈ ഓൾറെഡി നിങ്ങൾ ഈ സാധനം, ഈ സാൻഡ് പോറിംഗ് സിലിണ്ടർ ഈ കാലിബ്രേഷൻ കണ്ടെയ്നറിന്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാലിബ്രേഷൻ കണ്ടെയ്നറിലും സോയിലും സാൻഡ് ഫില്ലാവും. അതുപോലെ തന്നെ ഈ കോണിലും ഇങ്ങനെ ഇവിടെ ഒരു കോൺ പോലെ ഇവിടെയും സാൻഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അകത്തുള്ള സാൻഡിന്റെ മാത്രം വെയിറ്റ് മതി. അപ്പൊ നിങ്ങൾക്ക് ഈ സാൻഡിന്റെ വെയിറ്റും നിങ്ങൾ കണ്ടുപിടിക്കണം, ഈ കോണിക്കൽ ഷേപ്പിലുള്ള സാൻഡിന്റെ വെയിറ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് നിങ്ങൾ ഇവിടെ മീൻ മാസ് ഓഫ് സാൻഡ് ഇൻ കോൺ. അത് മീൻ എന്ന് പറയുന്നത് നമ്മൾ 2-3 ട്രയൽ നടത്തും, കാലിബ്രേഷൻ ചെയ്യുന്നുണ്ട് എറർ വരാതിരിക്കാൻ. നിങ്ങൾ ഇവിടെ ആകെ ഒരു വാല്യൂ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ 2-3 പ്രാവശ്യം ട്രയൽ നടത്തിയിട്ടാണ് നമ്മൾ അതിന്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ സാൻഡ് പോറിംഗ് സിലിണ്ടർ വെച്ചിട്ട് ഷട്ടർ ഓപ്പൺ ചെയ്യും. ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും സോയിലിന് മൂവ്മെന്റ് ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ ഷട്ടർ ക്ലോസ് ചെയ്യും. എന്നിട്ട് സാൻഡ് പോറിംഗ് സിലിണ്ടർ മാറ്റി വെച്ചിട്ട് ആ ഗ്ലാസ് പ്ലേറ്റിൽ കളക്ട് ആയ ആ കോണിക്കൽ ഷേപ്പിലുള്ള സാൻഡ് മാത്രം എടുത്തിട്ട് വേ ചെയ്യും. ആ വെയിറ്റ് ആണ് ഈ കോണിന്റെ വെയിറ്റ്, സാൻഡ് കോണിന്റെ വെയിറ്റ്. അപ്പൊ ഈ M1 - M3 - M2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ് ഓഫ് സാൻഡ് ഫിൽഡ് ഇൻ ദ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ കിട്ടും. വോളിയം ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് 980. അപ്പൊ ആ മാസിനെ ആ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യാം. അതായത് സീരിയൽ നമ്പർ 5 ഈസ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം 2, സീരിയൽ നമ്പർ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാൻഡിന്റെ വെയിറ്റ് കിട്ടി. ബൾക്ക് ഡെൻസിറ്റി ഓഫ് സാൻഡ്, അത് ബൾക്ക് ഡെൻസിറ്റി ആയിരിക്കും. അപ്പൊ ആ ബൾക്ക് ഡെൻസിറ്റി ഓഫ് സാൻഡ് എന്തിനാണ്? നിങ്ങൾ ഏത് ഹോളാണോ ഫീൽഡിൽ കട്ട് ചെയ്യാൻ പോകുന്നത് ആ ഹോളിന്റെ വോളിയം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ സാൻഡിന്റെ ബൾക്ക് ഡെൻസിറ്റി. അപ്പൊ ഇത് കാലിബ്രേഷൻ സാൻഡ് ആണ്. അപ്പൊ ഫീൽഡിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാലിബ്രേഷൻ എപ്പോഴും ചെയ്യൂല. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് സാൻഡ് റിപ്ലേസ്മെന്റ് എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്തിട്ട് ഈ സാൻഡിന്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ സാൻഡ് തന്നെ ആയിരിക്കും നമ്മൾ ഏത് സൈറ്റിലും യൂസ് ചെയ്യുന്നത്. എല്ലാ സൈറ്റ് മാറിയാലും ഇതേ സാൻഡ് ആയിരിക്കും നമ്മൾ ഈ കാലിബ്രേറ്റഡ് സാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒരു സപ്പോസ് ഒരു 1.45 ഒക്കെ അതിന്റെ സാൻഡിന്റെ ഡെൻസിറ്റി ആണെങ്കിൽ പിന്നെ ഈ കാൽക്കുലേഷൻ പാർട്ട് ആക്ച്വലി ഫീൽഡിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് കാലിബ്രേറ്റഡ് നിങ്ങൾ ഏത് സൈറ്റിലാണെങ്കിലും കാലിബ്രേഷൻ സാൻഡും ആ സാൻഡ് പോറിംഗ് സിലിണ്ടറും നിങ്ങളുടെ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കാലിബ്രേഷൻ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വാല്യൂ അറിയാമെങ്കിൽ വൺസ് യു ഫൈൻഡ് ദിസ് ബൾക്ക് ഡെൻസിറ്റി ഓഫ് സാൻഡ്, പിന്നെ ആവശ്യം ഈ കാൽക്കുലേഷൻ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഫീൽഡിൽ പോകുന്നു, ഫീൽഡിൽ പോയിട്ട് ഹോള് കട്ട് ചെയ്തിട്ട് ഒരു നടുക്ക് ഹോളുള്ള ഒരു ട്രേ വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യണം. അത് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നടുക്കൊരു സർക്കുലർ ഹോള്, ഒരു 100 mm ഹോളുള്ള ഒരു സ്ക്വയർ ട്രേ വെച്ചിട്ട് നിങ്ങൾ ആ ഹോള് കട്ട് ചെയ്ത് മാറ്റി എക്സ്കവേറ്റ് ചെയ്ത് സോയിലെല്ലാം ആ ട്രേയിൽ എടുക്കുക. ആ 2310. അതിനുശേഷം നിങ്ങൾ വീണ്ടും അതിന്റെ മുകളിൽ സാൻഡ് പോറിംഗ് സിലിണ്ടർ വെച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് ആ വാൽവ് ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം മാസാണ് അതിൽ റീറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കുക. അതായത് മാസ് ഓഫ് സാൻഡ് പ്ലസ് സിലിണ്ടർ ആഫ്റ്റർ പോറിംഗ് ഇൻ ദ ഹോൾ. ആ ഹോളിലേക്ക് പോയതിനു ശേഷം ഉള്ള വെയിറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചു 8840. ഒരു മിനിറ്റ്. അതിനുശേഷം നിങ്ങൾ മാസ് ഓഫ് സാൻഡ് ഇൻ ദ ഹോൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് ഇതേ മെത്തേഡ് കാലിബ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെ
അതായത് യു ഹാവ് ദ മാസ് ഓഫ് സാൻഡ് പ്ലസ് സിലിണ്ടർ ആഫ്റ്റർ പോറിംഗ് ഇൻ ദ ഹോൾ ആൻഡ് യു ഓൾസോ ഹാവ് ദ ആക്ച്വൽ മാസ്. M1 എന്ന് പറയുന്ന ആദ്യം ബിഫോർ പോറിംഗ് നിങ്ങളൊരു മാസ് കണ്ടുപിടിച്ചിട്ടുണ്ട് 11040. പോർ ചെയ്തതിനു ശേഷം ഫീൽഡിൽ നിങ്ങൾ ആ ഹോളിൽ വെച്ചതിന് ശേഷം 8840 യു ഹാവ് ദ വെയിറ്റ് M4. അതിൽ നിന്ന് ഈ കോണിന്റെ വെയിറ്റ്, ഈ സാൻഡ് കോണിന്റെ വെയിറ്റ് M2 ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹോളിലുള്ള ആ സാൻഡിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ വോളിയം ഓഫ് ഹോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതായത് മാസ് സാൻഡ് ഹോളിൽ നിങ്ങൾ ഫിൽ ചെയ്ത് സാൻഡ് ഡിവൈഡഡ് ബൈ ബൾക്ക് ഡെൻസിറ്റി ഓഫ് സാൻഡ് ഓൾറെഡി നിങ്ങൾ കാലിബ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ കട്ട് ചെയ്ത ഹോളിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. കട്ട് ചെയ്ത ഹോളിന്റെ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. കാരണം ഓൾറെഡി നിങ്ങൾ കളക്ട് ചെയ്ത ആ ഫീൽഡിലെ സോയിലിന്റെ വെയിറ്റ് നിങ്ങൾക്കറിയാം. ആ ഹോളിന്റെ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് ദ ബൾക്ക് ഡെൻസിറ്റി ഓഫ് ദ ഫീൽഡ് സോയിൽ. അപ്പൊ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്ത സോയിലിന്റെ ബൾക്ക് ഡെൻസിറ്റി നിങ്ങൾക്ക് കിട്ടി. അതിനുശേഷം നിങ്ങൾ വാട്ടർ കണ്ടന്റ് മെഷർ ചെയ്യാം. അപ്പൊ വാട്ടർ കണ്ടന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഞാൻ സാമ്പിൾ വാല്യൂസ് തന്നിട്ടുണ്ട്. മാസ് ഓഫ് കണ്ടെയ്നർ പ്ലസ് വെറ്റ് സോയിൽ, മാസ് ഓഫ് കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിൽ ആൻഡ് മാസ് ഓഫ് കണ്ടെയ്നർ. സോ ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദ വാട്ടർ കണ്ടന്റ്. ഈ വാട്ടർ കണ്ടന്റ് ഈ സോയിലിൽ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ കട്ട് ചെയ്ത് ഇപ്പൊ ഈ എക്സ്കവേറ്റ് ചെയ്തിട്ട് ഈ 2300 ഗ്രാംസ് സോയിൽ എടുത്തല്ലോ, ആ സോയിലിൽ നിന്ന് തന്നെ കുറച്ച് സോയിൽ എടുത്തിട്ട് വേണം അതിന്റെ വാട്ടർ കണ്ടന്റ് മെഷർ ചെയ്യാനായിട്ട്. അപ്പൊ അതേ സോയിൽ ഇതൊരു 2-3 ട്രയൽ ശരിക്കും ചെയ്യണം. പക്ഷെ ഇത് ഓൾറെഡി ഈ പെർട്ടിക്കുലർ എക്സ്പെരിമെന്റിന് ലാബിൽ നിങ്ങൾക്ക് ഒരു ട്രയലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതിനുശേഷം യൂസിങ് ദിസ് ഇക്വേഷൻ gamma d is equal to gamma by 1 plus w, you can find the in situ dry density of that particular soil. So ഇതാണ് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. കോർ കട്ടർ മെത്തേഡും സെയിം ആണ്. ഇതേ കോർ കട്ടർ മെത്തേഡിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ആ കോർ സോയിൽ കോർ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ കട്ട് ചെയ്ത കോറിന്റെ വെയിറ്റ് നിങ്ങൾക്ക് അറിയാം. പിന്നെ ആ വോളിയം മെഷർ ചെയ്യുക, അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ ബൾക്ക് ഡെൻസിറ്റി. സോ അതും നോക്കാം. ഇപ്പൊ ഇവിടെ 3 ട്രയൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം മാസ് ഓഫ് കോർ കട്ടർ പ്ലസ് വെറ്റ് സോയിൽ. നിങ്ങൾ ആ കോർ ഹാമർ വെച്ചിട്ട് ഡ്രൈവ് ചെയ്ത് സോയിലിലേക്ക് ഡ്രൈവ് ചെയ്യുക. അതിനുശേഷം അത് ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് ചെയ്തതിനു ശേഷം ആ കോറും വെറ്റ് സോയിലും നമ്മളുള്ള വെയിറ്റ് കണ്ടുപിടിക്കാം. അതിനുശേഷം യു ഹാവ് ദ എംപ്റ്റി വെയിറ്റ് ഓഫ് ദ കോർ കട്ടർ. Then അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വെയിറ്റ് ഓഫ് ദ സോയിൽ. വോളിയം ഓഫ് കോർ കട്ടർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്റർണൽ ഡയമീറ്ററും ഇന്റർണൽ ഹൈറ്റും തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഫൈൻഡ് ദ വോളിയം ഓഫ് കോർ യൂസിംഗ് ദ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച്. സോ യു ഹാവ് ദ വോളിയം ഓഫ് കോർ, വോളിയം ഓഫ് കോർ ഓർ വോളിയം ഓഫ് കട്ടർ. Then you have the mass of weight wet soil, then the volume of cutter. From that find the field density. വീണ്ടും വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻ സിറ്റു ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കുക. സോ ഇതാണ് ഫീൽഡ് ഡെൻസിറ്റി ചെയ്യുന്ന കാൽക്കുലേഷൻ. അപ്പൊ വീഡിയോ ഞാൻ വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ, ഈ വെയിറ്റ് എന്താണ്, ഇതിന്റെ കാലിബ്രേഷൻ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. പിന്നെ ഈ റെക്കോർഡഡ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഓവറോൾ ഒരു ഐഡിയ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ. സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ സെമിസ്റ്ററിൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി എന്തിനാ കണ്ടുപിടിക്കുന്നതൊക്കെ ജസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പൊ ഈ സാമ്പിൾ വാല്യൂസ് ഞാനൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ എന്തെങ്കിലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടർ കണ്ടന്റ് നെഗറ്റീവ് ആയിട്ടൊക്കെ കിട്ടിയില്ലേ? അപ്പൊ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. ഞാൻ ജസ്റ്റ് റഫ്ലി നോക്കിയിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വാല്യൂസ് എന്തെങ്കിലും ഒരു മാച്ചിങ് അല്ലാത്ത വാല്യൂസ് അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നിങ്ങൾ നോക്കി പറയാം. അപ്പൊ റിപ്പോർട്ട് 1 പേജ് റിപ്പോർട്ട് നിങ്ങൾ പർട്ടിക്കുലർ എക്സ്പെരിമെന്റിന്റെ എഴുതണം. ഇപ്പൊ 2 എക്സ്പെരിമെന്റ് ഉണ്ട്. അപ്പൊ ഒന്ന് സാൻഡ് റീപ്ലേസ്മെന്റ്, ഒന്ന് കോർ കട്ടർ. അപ്പൊ ഓരോ എക്സ്പെരിമെന്റിന്റെയും 1 പേജ് റിപ്പോർട്ട് എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ജസ്റ്റ് അധികം ബ്രീഫായിട്ട് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതാം. എന്തൊക്കെയാണ് അതിൽ അപ്പാരറ്റസ് യൂസ് ചെയ്യുന്ന, എയിം എന്താണ്, വാട്ട് ഈസ് ദ എയിം, വാട്ട് ആർ ദ അപ്പാരറ്റസ് യൂസ്ഡ്, സിഗ്നിഫിക്കൻസ് എന്താണ്, പിന്നെ എങ്ങനെയാണ് ജസ്റ്റ് ബ്രീഫായിട്ട് എഴുതിയാൽ മതി 1 പേജ് ഓരോ എക്സ്പെരിമെന്റും. പിന്നെ കാൽക്കുലേഷൻ
ഈ കാൽക്കുലേഷൻ ഇപ്പൊ ഞാൻ ഇതിൽ കൊടുത്തു തന്നെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഞാനിപ്പോൾ ഓൾറെഡി വാല്യൂസ് ഞാൻ ലാബോറട്ടറി എക്സ്പെരിമെന്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് മാത്രം ഞാൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തിട്ട് അതും ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാം. 1 പേജ് റിപ്പോർട്ടിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാം ഓരോ എക്സ്പെരിമെന്റിന്റെ. അപ്പൊ അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വല്ലതും പറഞ്ഞായിരുന്നു? കഴിഞ്ഞ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തത്? ലാസ്റ്റ് എക്സ്പെരിമെന്റിന് ഡേറ്റ് വല്ലതും തന്നായിരുന്നോ? കഴിഞ്ഞ എക്സ്പെരിമെന്റ് ഇന്നലെയാണ് വെച്ചത്. ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എക്സ്പെരിമെന്റ് സാറ്റർഡേ ആയിരുന്നല്ലോ. സാറ്റർഡേ. അപ്പൊ ഒരു തേഴ്സ്ഡേ. അപ്പൊ അടുത്ത ഒരു ഫ്രൈഡേ. അപ്പൊ മൺഡേ എല്ലാരും സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ബൈ മൺഡേ. അത് നിങ്ങൾ ലിൻവേഴ്സിൽ അസൈൻമെന്റ് ആയിട്ടാണോ സബ്മിറ്റ് ചെയ്യുന്നത്? ലിങ്ക്വേസിൽ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യും. GT ലാബിന്റെ അസൈൻമെന്റ് ആയിട്ട്? GT ലാബിന്റെ. ഞാനപ്പോ അത് അസൈൻമെന്റ് ആയിട്ട് ഇടാം ഇതിന്റെ ഇത്. എന്നിട്ട് നിങ്ങൾ അതിലോട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ ബൈ മൺഡേ എല്ലാവരും സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ലേറ്റ് ആയിട്ട് കുറെ പേര് വന്നിട്ടുണ്ടല്ലോ ഇതിന്റെ അകത്ത്. നിങ്ങൾ പ്രോംപ്റ്റ് ആയിട്ട് ലാബില് ഒരാള് ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ വരണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടത്തില്ല. ലാസ്റ്റ് കുറെ പേര് ഇത് തീരാറായപ്പോ വന്നായിരുന്നു. ഓൾറെഡി ഇത് ഓഫ്ലൈൻ അല്ല, അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയതുകൊണ്ട് അതിന്റെ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിന് 3 മണിക്ക് ഞാൻ പറഞ്ഞ കൃത്യം 3 o'clock തന്നെ വരാൻ നോക്കുക. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ അതിന്റെ പ്രൊസീജിയർ എങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ ഞാനിപ്പോ ഇതിലിടാം, വാട്സാപ്പ് ഗ്രൂപ്പിലിടാം. ഓക്കെ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഹലോ? ഇല്ല സർ. ഓക്കെ. നിങ്ങൾ ലീവ് ചെയ്തോ, നിങ്ങൾ അതിന്റെ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോ എല്ലാം വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു സാർ.